നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത്രയധികം ചൂട് കൂടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാലക്കാട് ഈ സീസണിൽ 40 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. അത് ശരാശരി വാല്യൂവിനേക്കാൾ 3.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതലുമാണ്. പുനലൂർ 39 ഡിഗ്രി സെൽഷ്യസോളം താപനില രേഖപ്പെടുത്തി. KSEB സർവ്വകാല റെക്കോർഡിലേക്ക് പോയി. സർവ്വകാല റെക്കോർഡെന്ന് പറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിൻ്റെ റെക്കോർഡല്ല, ഒരു ദിവസം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചതിൻ്റെ റെക്കോർഡിലേക്കാണ് പോയത്. കേരളത്തിൽ ഇത്രയും ഗണ്യമായിട്ട് ചൂട് കൂടാൻ 3 കാരണങ്ങളാണുള്ളത്. വളരെ വിശദമായി ആ 3 കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഭൂമിയുടെ താപനിലയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക, ഏറ്റവും അകലെ ഉണ്ടായിരിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കുറഞ്ഞ ചൂടുണ്ടാവുക. ഇതിൽ ഒരു കാര്യം ശരിയാണ്, അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അത് ഫിക്സഡ് അല്ല, അതിങ്ങനെ എല്ലാ വർഷവും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. ഉദാഹരണത്തിന് ജൂലൈ മാസത്തിലാണ് സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത്. ആ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 15,21,00,000 കിലോമീറ്ററുകളാണ്. അതേസമയം ജനുവരി മാസമാകുമ്പോൾ ഭൂമിയും സൂര്യനും താരതമ്യേന അടുത്തായിരിക്കും. അപ്പോഴത്തെ ദൂരം 14,71,00,000 കിലോമീറ്ററുകളാണ്. ഏകദേശം ഒരു 1/2 കോടി കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടായിരിക്കേണ്ടത്, ജനുവരി മാസത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിരിക്കേണ്ടത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ കാരണം കൊണ്ടല്ല താപനില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ഫാക്റ്റുമുണ്ട്. ജൂലൈ മാസത്തിലാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജം ഭൂമിക്ക് കിട്ടുന്നത്. സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ 7% ഊർജം കൂടുതലായിരിക്കും. പക്ഷേ ഭൂമിയുടെ കാലാവസ്ഥയും ഇവിടുത്തെ താപനിലയും ഒന്നും ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്ന 3 ഫാക്ടറുകളുണ്ട്. ഈ 3 റീസണുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഭൂമിയുടെ ചരിവാണ്. അതെ, നമ്മുടെ ലാലേട്ടനെ പോലെ ഒരല്പം ചരിവ് നമ്മുടെ ഭൂമിക്കുമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 23.5 ഡിഗ്രിയുടെ ചരിവാണ് ഭൂമിയുടെ അച്ചുതണ്ടിനുള്ളത്. ഇത് കേൾക്കുമ്പോൾ പലരും പറയും അച്ചുതണ്ടെന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്, ഭൂമിക്ക് അങ്ങനെ ഒരു ലൈനേ ഇല്ല. കാരണം ഞാൻ ഇത്തരത്തിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു ഇമാജിനറി ലൈൻ തന്നെയാണ്. പക്ഷേ ജോഗ്രഫിയിൽ അത്തരത്തിലുള്ള ഇമാജിനറി ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടെന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ്. പക്ഷേ നോർത്ത് പോളും സൗത്ത് പോളും ഇമാജിനറി അല്ല, അത് രണ്ടും അവിടെ തന്നെ ഉണ്ട്. അതുവഴി നമ്മൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വര ഇമാജിനറി ആയിട്ടുണ്ട്. ആ ആക്സിസ് നേരെ കുത്തനെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു ചരിവുമില്ല, 0 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ചരിവ്. എന്നാൽ ഭൂമിയുടെ ആക്സിസിന് ഒരല്പം ചരിവുണ്ട്, അത് 23.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ചരിവ് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നത്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൂടാതെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുമുണ്ട്. ഒരു തവണ പൂർണ്ണമായിട്ടും വലം വെച്ച് വരാൻ 365 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. ഓരോ മാസവും ഭൂമിയുടെ പൊസിഷൻ അത് ഐഡൻറ്റിക്കലായിരിക്കും. അതുകൊണ്ടാണ് ആ രാത്രികളിൽ ആകാശത്ത് കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തൂടെ ആയിരിക്കും ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം 21-ാം തീയതി ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു പ്രത്യേക പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റിലായിരിക്കും ഭൂമിയുടെ സ്ഥാനം. അങ്ങനെ ആ പോയിൻ്റിൽ ഭൂമി നിൽക്കുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അത് കൃത്യം ഇക്വേറ്ററിന് നേരെയായിരിക്കും വരുന്നത്. ഇക്വേറ്ററിന് നേരെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം വരുന്നത് കൊണ്ട് ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഊർജവും എത്തുന്നത്. ഒരു ലേസർ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ലേസർ. ആ ലേസറിൽ നിന്ന് വരുന്ന പ്രകാശം എങ്ങനെയാണ്? നമ്മൾ ഒരു ബൾബ് കത്തിക്കുമ്പോൾ വരുന്ന പ്രകാശം പോലെയാണോ? ബൾബ് കത്തിക്കുമ്പോൾ ആ റൂമിൽ മുഴുവനും ആ പ്രകാശം വരും. പക്ഷേ ലേസർ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശം ഒരു നേർത്ത വര പോലെയാണ്. ഏറ്റവും നേർത്ത വരയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഊർജ്ജമുണ്ടായിരിക്കും. കാരണം ആ ഊർജ്ജം എല്ലായിടത്തോട്ടും വീതിച്ചു പോകുന്നില്ല, അത് ഒരൊറ്റ ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലേസർ ആണെങ്കിൽ ആ ഒരൊറ്റ വര ഉപയോഗിച്ചിട്ട്, ആ ഒരു റേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇരുമ്പ് പോലും മുറിക്കാൻ സാധിക്കും. അതുപോലെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് ഇക്വേറ്ററിൽ വന്ന് പതിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വന്ന് പതിക്കുന്നതുകൊണ്ട്
ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ ഊർജ്ജം എത്തുക. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലും സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം നേരിട്ട് ഒരു വര പോലെയല്ല, ഒരു അല്പം സ്പ്രെഡായിട്ടായിരിക്കും വരുന്നത്. സ്പ്രെഡായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന ഊർജ്ജം അത് ആ സ്പ്രെഡാകുന്ന പ്രദേശങ്ങളിലൊക്കെ വ്യാപിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം, സൂര്യൻ ഭൂമിയേക്കാളൊക്കെ ഒരുപാട് വലുതാണല്ലോ, അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയുടെ എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ വരേണ്ടതല്ലേ? സൂര്യൻ ഒരുപാട് വലുതാണ്, അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയുമാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ടോർച്ച് കൊണ്ടുവെക്കുക. ആ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശം അത് വളരെ വലിപ്പത്തിലായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. എന്നാൽ ആ ടോർച്ച് 1 കിലോമീറ്റർ അകലെ നിന്നാണ് കത്തിക്കുന്നതെങ്കിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ഏകദേശം ഒരു മുട്ടുസൂചിയുടെ വലിപ്പം മാത്രമേ കാണത്തുള്ളൂ. അതിനേക്കാൾ വളരെ അകലെയാണെങ്കിലോ ഒരുപക്ഷെ നമുക്കതിനെ കാണാൻ പോലും സാധിച്ചെന്ന് വരില്ല. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിലും അത് ഇക്വേറ്ററിനോട് വളരെ വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 21 ചേർന്നുള്ള ദിവസങ്ങളിലായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. മാർച്ച് 21 ആകുമ്പോഴേക്കും ഇക്വേറ്ററിന് നേരെയാണല്ലോ സൂര്യൻ്റെ പ്രകാശം വരുന്നത്. 22, 23, 24 തുടർന്ന ദിവസങ്ങളിലൊക്കെ സൂര്യൻ്റെ ആ പ്രകാശം നേരെ ഉത്തരഭാഗത്തേക്ക് സഞ്ചരിക്കും. അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന റേഡിയേഷൻ അപ്പോൾ ഇക്വേറ്ററിലായിരിക്കത്തില്ല, ഇക്വേറ്ററിൽ നിന്ന് അല്പം മുകളിലായിട്ടുള്ള സ്ഥലത്തായിട്ടായിരിക്കും. അതായത് മാർച്ച് 25, 26, മാർച്ച് 30, ഏപ്രിലിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന പ്രകാശം നമ്മുടെ കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്തായിരിക്കും വന്ന് പതിക്കുക. ഇതുതന്നെയാണ് നമ്മുടെ വിഷു. വിഷു ഒരു സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം ഈക്വൽ അല്ലെങ്കിൽ തുല്യമെന്നാണ്. അതായത് ആ ദിവസം പകുതിയോളം സമയം പകലായിരിക്കും, അത്രയും തന്നെ സമയം രാത്രിയുമായിരിക്കും. ഈ ദിവസത്തെ നമുക്ക് ആസ്ട്രോണോമിക്കൽ ന്യൂ ഇയർ എന്ന് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ വിഷു ആഘോഷിക്കുന്നത് മാർച്ച് മാസം 21-നല്ല, അത് ഏപ്രിൽ 15, 16 ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. അതെന്താണ് അങ്ങനൊരു വ്യത്യാസം വന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാർച്ച് 21-നായിരുന്നില്ല സൂര്യൻ്റെ പ്രകാശം കൃത്യം ഇക്വേറ്ററിന് നേരെ വന്നിരുന്നത്. അത് ഏപ്രിൽ മധ്യത്തോട് ചേർന്നായിരുന്നു. അതിങ്ങനെ ചെറിയ രീതിയിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ മാറ്റത്തിന് പിന്നിലുള്ള കാരണം നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് തന്നെയാണ്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ആക്സിയൽ പ്രെസിഷൻ. നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പമ്പരത്തെ നോക്കിയിട്ടുണ്ടോ? ആ പമ്പരം അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ആ കറങ്ങുന്ന സമയത്ത് അതിലൊരു വോബ്ലിംഗ് അല്ലെങ്കിൽ ഒരു ആട്ടം നമുക്ക് കാണാം. അല്പം ഒന്ന് ആടിയായിരിക്കും അത് കറങ്ങുന്നത്. സ്വയം അച്ചുതണ്ടി കറങ്ങുന്നുണ്ട്. അങ്ങനെ കറങ്ങുമ്പോൾ തന്നെ അതിനൊരു ആട്ടവും സംഭവിക്കുന്നുണ്ട്. ഈ ആട്ടം നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ആ ആട്ടം പക്ഷേ വളരെ വളരെ ചെറിയ രീതിയിലാണെന്ന് മാത്രം. ഉദാഹരണത്തിന് ഇത് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടാണെന്ന് കരുതുക. ഇപ്പോൾ ഇങ്ങനെ കൃത്യം നേരെ നിന്ന് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ചരിവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ടിൽറ്റും നമ്മുടെ ഭൂമിക്കില്ല. എന്നാൽ അതിങ്ങനെ അല്പം ചരിഞ്ഞിട്ടാണെങ്കിൽ ഭൂമിയുടെ സ്ഥാനം ഇങ്ങനെ ആയിരിക്കും. ഭൂമി ഒന്ന് അല്പം ചരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിഞ്ഞു നിൽക്കുന്ന ഈ ആക്സിസാണ് സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ വേണം ഒരു തവണ പൂർണ്ണമായിട്ടും ഒന്ന് കറങ്ങി വരാൻ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിന് ഒരു ആട്ടവുമുണ്ട്. ഒരു പന്ത് നമ്മളിങ്ങനെ കറക്കുമ്പം അത് സ്വയം കറങ്ങുന്നത് കൂടാതെ അത് ചെറിയ രീതിയിലൊന്ന് ആടുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ ഭൂമിയുടെ ആ ആട്ടം കുറച്ചുകൂടെ പതിഞ്ഞ വേഗതയിലായിരിക്കും. ആ ആട്ടം മനസ്സിലാക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു പെൻസിലാണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു മുനയുണ്ട്. അപ്പോൾ മുകളിൽ ഞാനൊരു പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. അതുകൂടാതെ സൂര്യന് ചുറ്റും അത് വലം വയ്ക്കുന്നുണ്ട്. ആ പേപ്പർ എപ്പോഴും നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ആ പേപ്പർ ഈ പെൻസിലിൻ്റെ അറ്റത്ത് മുട്ടുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 26,000 വർഷം കഴിഞ്ഞ് നമ്മൾ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സർക്കിൾ കാണാം. അതിൻ്റെ കാരണം ഈ ആട്ടം അല്ലെങ്കിൽ വോബ്ലിംഗ് ആണ്. 26,000 വർഷം കൂടും തോറും അത് വീണ്ടും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. 26,000 വർഷം കൊണ്ട് ഒരു ചെറിയ സർക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമി അല്പം ഒന്ന് മാറുന്നുണ്ട് 26,000 വർഷം കൊണ്ട്. എന്നിട്ട് അത് വീണ്ടും 26,000 വർഷം കഴിയുമ്പോൾ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. പിന്നെ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ആവർത്തനം നടക്കുന്നത് കൊണ്ടാണ് ഈ വിഷുവിൻ്റെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും മാറും. അങ്ങനെ മാറി മാറി ഒരുപാട് വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ഏപ്രിൽ മധ്യ കാലഘട്ടമാകുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിഷു അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആസ്ട്രോണോമിക്കൽ ന്യൂ ഇയർ സംഭവിക്കും.
മാർച്ച് 21 നടക്കുന്ന ആ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പേരുണ്ട്. അതാണ് വേർണൽ ഇക്വിനോക്സ്. മാർച്ച് 22 മുതൽ പിന്നെ ഉത്തരായനമാണ്. അതായത് സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അതിൻ്റെ കാരണം സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ടല്ല, ഭൂമിയുടെ സ്ഥാനം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആ ചരിവ് കാരണം സൂര്യൻ്റെ പ്രകാശം ഉത്തരഭാഗത്തായിട്ടായിരിക്കും നേരിട്ട് എത്തിച്ചേരുന്നത്. അങ്ങനെ മാർച്ച് 22 കഴിഞ്ഞ് 23 കഴിഞ്ഞ് കുറേയധികം ദിവസങ്ങൾ കഴിയുമ്പോൾ ജൂൺ മാസം 21 തീയതി എത്തും. ജൂൺ മാസം 21 തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സമ്മർ സോളിസിസ്റ്റാണ്. ജൂൺ മാസം 21 തീയതി കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അതായത് ജൂൺ മാസം 21 തീയതി വരെ ഒരു പ്രത്യേക സ്ഥലത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അഹമ്മദാബാദൊക്കെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ മസ്കറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം വരെ എത്തും. അതിനും അപ്പുറത്തേക്ക് സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം എത്തിച്ചേരില്ല ഉത്തരാർദ്ധഗോളത്തിൽ. ആ ജൂൺ മാസം 21 തീയതി കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് മടങ്ങി വരും. സെപ്റ്റംബർ മാസം 23 തീയതി ആകുമ്പോൾ സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം വീണ്ടും ഭൂമധ്യരേഖയുടെ നേർക്ക് വരും. ആ ദിവസത്തിന് അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടംനൽ ഇക്വിനോക്സ്. സെപ്റ്റംബർ 23 തീയതിയും നമ്മുടെ കേരളത്തിൻ്റെ നേർക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നത്. അല്ലെങ്കിൽ സെപ്റ്റംബർ 23 തൊട്ട് മുമ്പുള്ള ആ ആഴ്ചയിൽ നമ്മുടെ കേരളത്തിന് നേർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നത്. മാർച്ച് മാസം 21 തീയതി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നടന്നിട്ടുള്ള അതേ സംഭവം തന്നെ. പക്ഷേ സെപ്റ്റംബറിലെ ചൂടാണോ നമുക്ക് ഏപ്രിലിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്? ഏപ്രിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിരിക്കുക. സെപ്റ്റംബറിൽ അത്ര വലിയ ചൂടൊന്നുമില്ല. പക്ഷേ സൂര്യൻ്റെ പ്രകാശം സെപ്റ്റംബർ മിഡിലും നമ്മുടെ നേർക്ക് ഏറ്റവും ശക്തമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. ആ കാലഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള മഴയായിരിക്കും. അതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ നല്ല രീതിയിൽ പച്ചപ്പൊക്കെ അണിഞ്ഞായിരിക്കും ആ സമയത്ത് നിൽക്കുന്നത്. അതായത് വരണ്ട ഒരു കാലാവസ്ഥയല്ല, നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ്. ആ സമയത്താണ് സെപ്റ്റംബർ 23 വരുന്നത്. സെപ്റ്റംബർ 23 അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ ചൂട് കേരളത്തിൽ വരുന്നു. പക്ഷേ ആ ചൂട്, സൂര്യനിൽ നിന്ന് വരുന്ന ആ ഊർജ്ജത്തെ നമ്മുടെ പരിസരത്തുള്ള ആ തണുത്ത അന്തരീക്ഷത്തെ ചൂടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള ജലത്തെ ഇവാപ്രേറ്റ് അല്ലെങ്കിൽ ബാഷ്പീകരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അത് നമുക്ക് ചൂടായിട്ട് മാറുന്നില്ല. ആ ഊർജ്ജത്തിൻ്റെ നല്ലൊരു ശതമാനം ജലത്തെ ബാഷ്പീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ സെപ്റ്റംബർ മാസത്തിലും അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയൊന്നുമല്ല. ഇടയ്ക്ക് മേഘങ്ങൾ വരും, ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം നേരിട്ട് നമ്മുടെ ഭൂമിയിൽ പതിക്കാനുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതലങ്ങളിൽ പതിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. സൂര്യനിൽ നിന്ന് വരുന്ന 40 മുതൽ 60% വരെ താപത്തെ ഈ മേഘങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇതിനു പുറമെ തെർമൽ ഇനേർഷ്യയും ഒരു ഫാക്ടറാണ്. വെള്ളം ചൂടാകാൻ കുറേ സമയമെടുക്കും. പക്ഷേ വെള്ളം ചൂടായിക്കഴിഞ്ഞാൽ അത് തണുക്കാൻ കുറേ സമയമെടുക്കും. ജനുവരി ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ്റെ പ്രകാശം ഡിറക്റ്റ്ലി എവിടെയാണ് വന്ന് പതിക്കുന്നത്? അത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടായിരിക്കുമല്ലോ. ആ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്, അവിടെ ജലമാണുള്ളത്. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഈ ജലം ചൂട് പിടിക്കാൻ തുടങ്ങും. പതുക്കെ അത് ചൂട് പിടിക്കത്തുള്ളൂ. ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് അത് അതിശക്തമായിട്ടുള്ള താപനിലയിലേക്ക് മാറും. കൂടാതെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ അറബിക്കടലിൻ്റെ നേർക്കും സൂര്യൻ്റെ ശക്തമായിട്ടുള്ള പ്രകാശം വരുന്നുണ്ട്. അത് കാരണം അറബിക്കടൽ പെട്ടെന്ന് ചൂട് പിടിക്കും. അങ്ങനെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നീട് അത് അങ്ങ് ഉത്തരഭാഗത്തേക്ക് പോകും. ഉത്തരഭാഗത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലെ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് അവിടെ നിന്ന് മടങ്ങി നമ്മുടെ കേരളത്തിന് നേർക്ക് വീണ്ടും ആകുമ്പോൾ സെപ്റ്റംബർ മാസമാകും. ആ സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാര്യമായിട്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് സൂര്യൻ്റെ ചൂട് മാത്രമല്ല ഇവിടുത്തെ വിഷയം. സൂര്യൻ്റെ ചൂട് കാരണം ഉണ്ടാകുന്ന ജലത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ചൂടും ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ 2 റീസൺസ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ചരിവ്, രണ്ടാമത്തത് തെർമൽ ഇനേർഷ്യ, അതായത് നമ്മുടെ സമുദ്രം ഉണ്ടാക്കുന്ന ചൂട്. മൂന്നാമത്തെ റീസൺ, ആ റീസണാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ചൂട് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടാനുള്ള കാരണം. 1901 2025 ഇടയിലുള്ള ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 വർഷങ്ങൾ 9 വർഷവും 2015 2024 ഇടയിലുള്ളതാണ്. കഴിഞ്ഞ 50 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ
ശരാശരി താപനില 1 ഡിഗ്രി മുതൽ 2 ഡിഗ്രി വരെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. കാർബൺ ഡയോക്സൈഡ് മുതൽ മീഥേൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ. സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് തട്ടി അത് പിന്നീട് ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ട്, അതായത് ചൂടിന് കാരണമാകുന്ന റേഡിയേഷനായിട്ട് മാറും. അത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും. പക്ഷേ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തും. അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചൂട്, ആ ചൂട് ഇവിടെ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് ഈ ഹരിതഗ്രഹ വാതകങ്ങളാണ്. ആ വാതകങ്ങളുടെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് സൂര്യനിൽ നിന്ന് വരുന്ന കൂടുതൽ താപനില നമ്മുടെ ഭൂമിയിൽ തന്നെ നിലനിൽക്കും, അത് വെളിയിലേക്ക് പോകില്ല. ചൂട് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ 2025 വരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ചൂടുള്ള വർഷം അത് 2025 അല്ല, 2024 ആയിരുന്നു. 2025 താപനില 2024 കുറവായിരുന്നു. അതിൻ്റെ അർത്ഥം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറഞ്ഞു വരുന്നു എന്നാണോ? അല്ല, ശരിക്കും അത് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമാണ് എൽ നിനോ എന്ന പ്രതിഭാസമാണ്. 2024 എൽ നിനോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേനൽ മഴ താരതമ്യേന വളരെ കുറവായിരുന്നു. കേരളം ശരിക്കും വരണ്ടു തന്നെ കിടന്നു. എൽ നിനോ പ്രതിഭാസം എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. 2024 കഴിഞ്ഞതോടുകൂടി എൽ നിനോ മങ്ങിത്തുടങ്ങി, ലാനിന പ്രതിഭാസം ആരംഭിക്കാൻ തുടങ്ങി. ലാനിന ആയതോടുകൂടി വേനൽക്കാലത്ത് അത്യാവശ്യം മഴ കിട്ടാൻ തുടങ്ങി. 2025 അത്യാവശ്യം മഴയുണ്ടായിരുന്നു. 2026 കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് 2024 കൂടിയ ചൂടായിരിക്കില്ല 2025 2026 സംഭവിക്കുന്നത്. പക്ഷേ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഗണ്യമായി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എൽ നിനോ ലാനിന പ്രതിഭാസം മാറി മാറി ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അടുത്ത എൽ നിനോ പ്രതിഭാസം നടക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന 2024 ഉണ്ടായിരുന്ന ചൂടിനേക്കാൾ അതിശക്തമായിട്ടുള്ള ചൂടായിരിക്കും നമുക്ക് അനുഭവപ്പെടേണ്ടി വരിക. അതോടുകൂടി 2024 റെക്കോർഡ് മറ്റൊരു വർഷം ഏറ്റെടുക്കും. 2025 ജനുവരി മാസത്തിലെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് 2026 ജനുവരി മാസത്തിലുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 0.3% വർധനവാണ് ഉണ്ടായത്. പക്ഷേ കൂടുതലായിട്ട് സോളാർ പാനലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നിരത്തിലൂടെ കൂടുതലായിട്ട് ഓടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയേണ്ടതല്ലേ? അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രധാനമായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കോൾ ഉപയോഗിച്ചിട്ടാണ്. കോൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ വലിയ അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഉണ്ടാകും. ആ വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിക് വാഹനം ഓടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ആ വൈദ്യുതി ഉണ്ടാക്കിയിരിക്കുന്നത് കോൾ ഉപയോഗിച്ചിട്ടാണ്. അത് കാരണം കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ജലം ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളിൻ്റെ ഉപയോഗം താരതമ്യേന കുറവാണ്. പക്ഷേ നിലവിൽ, അതായത് ഈ വേനൽ കാലഘട്ടത്തിൽ KSEB വെളിയിൽ നിന്ന് വൈദ്യുതി മേടിക്കുന്നുണ്ട്. ആ വൈദ്യുതിയൊക്കെ കോൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ഇൻഡയറക്റ്റ്ലി കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവിന് കാരണമായി മാറുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മൾ എത്രമാത്രം സോളാർ പാനലുകൾ ഉപയോഗിച്ചാലും അതുകാരണം ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ ഒരു പരിധിയുണ്ട്. കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് കോൾ ലഭ്യവുമാണ്. കോളിലൂടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ അളവ് നമുക്ക് അങ്ങനെ കുറയ്ക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വികസനത്തെ തന്നെ അത് ബാധിക്കും. ചുരുക്കത്തിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇവിടുത്തെ താപനില വർദ്ധിക്കത്തേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ചൂട് അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പ്രതിവിധി അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമാകുന്നത് സർക്കാരുകൾ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും ഇനീഷ്യേഷൻ ഉണ്ടാകണം. വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ പാഴാക്കുന്ന വൈദ്യുതി ഊർജ്ജം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വരണം. കൂടാതെ കാർബൺ ഡയോക്സൈഡിനെ ഒഴിവാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കണം.
പല യൂറോപ്യൻ രാജ്യങ്ങളും അത്തരത്തിലുള്ള ഇനീഷ്യേഷനുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയും അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മതിയാകുന്നില്ല. ഇനിയും കൂടുതൽ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കണം, കൂടുതൽ ഇന്നൊവേഷൻസ് ഉണ്ടാക്കിയെടുക്കണം, കൂടുതൽ കണ്ടെത്തലുകളുമായിട്ട് പുതിയ ജനറേഷൻ ഉണ്ടായി വരണം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.